നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ എളുപ്പത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെ സമയം പോവാതിരിക്കാനായിട്ട്. ഇത് 1 കപ്പ് ചെറുപയർ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ എണ്ണയിലല്ല വറുക്കുന്നത്, സാധാരണ ചെറുപയർ വറുക്കാറില്ലേ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കളറ് മാറി വന്നിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയുടെ തൊലി മാറ്റിയിട്ടില്ല കേട്ടോ, തൊലി മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അവല്, 1/2 കപ്പ് തേങ്ങ ചിരുവിയത്, കുറച്ച് നെയ്യ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് ശർക്കരയാണ്. 1/4 കപ്പ് ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര വരെ ചേർക്കാം. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ആദ്യം 1/4 കപ്പ് ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. ശർക്കര മെൽറ്റായി വരുമ്പോഴേ നമുക്കിതെല്ലാം പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അവൽ ജസ്റ്റ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പൊടിക്കാനേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ അവലൊന്ന് കൈ കൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് ചെറുതാക്കി ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറുപയറും പൊടിച്ചെടുക്കാം, കപ്പലണ്ടിയും പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കപ്പലണ്ടിയും ചെറുപയറും വറുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. കപ്പലണ്ടി ഇതാ ഈ ഒരു കളർ ആവുന്നത് വരെ, തൊലിയുടെ കളർ മാറി വരുന്നത് വരെ, പൊട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക പാനിലിട്ട്. അതുപോലെ തന്നെ ചെറുപയറാണെങ്കിലും ഈ ഒരു കളർ ആവുന്നത് വരെ, ചെറുപയറിൻ്റെ ഒരു പച്ച കളർ മാറിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നമ്മൾ കഴുകി ഉണക്കിയെടുത്തിരിക്കുന്ന ചെറുപയറാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ കഴുകി വെള്ളം പോകാൻ വെച്ചിരിക്കുന്ന ചെറുപയറാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ, അതിന് ശേഷം ഇത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറ് നല്ല ഉണങ്ങിയ ജാറായിരിക്കണം കേട്ടോ, ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ 1 ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിക്കാം കേട്ടോ. ഞാനപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. ഞാൻ നമ്മുടെ ശർക്കര, അവല്, തേങ്ങ അതെല്ലാം കൂടെ വിളയിച്ചതിലാണ് ഏലക്ക ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഏലക്ക ചേർക്കുന്നില്ല. 2ലും ഏലക്ക വേണമെങ്കിൽ 2ലും ചേർക്കാം, ഇല്ലെങ്കിൽ 1 മാത്രം ചേർക്കാം. അപ്പോൾ ഞാൻ അതിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തൈകളുണ്ട് കേട്ടോ, ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കപ്പലണ്ടിയും പൊടിച്ചെടുക്കാം. കപ്പലണ്ടി ഓവറായിട്ട് പൊടിക്കണ്ട, കപ്പലണ്ടി ചെറിയ തരിതരിപ്പായിട്ട് തന്നെ പൊടിക്കാം. എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയിൽ നിന്ന് എണ്ണയൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. കപ്പലണ്ടിയുടെ തൊലി മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത കപ്പലണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ മാത്രം വറുത്തെടുത്താൽ മതി. തൊലി കംപ്ലീറ്റ് മാറ്റുക, നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും മാറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് തരിതരിപ്പായിട്ട് തന്നെ പൊടിക്കാം. കപ്പലണ്ടി നമ്മളിതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ എണ്ണമയം വരും, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പൊടിയുടെ കൂടെ ചേർക്കാം. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും വിളയിച്ചെടുക്കാം. ആദ്യം ഒരുപാട് വിളയിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ശർക്കരയിലേക്കും തേങ്ങയിലേക്കും മധുരം പിടിക്കുന്ന രീതിയിൽ വിളയിച്ചെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തതാണ് നമ്മൾ ഈ ഒരു പൊടികൾ വിളയിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യൊക്കെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അവലൊന്ന് കൈകൊണ്ട് പൊടിച്ചത് അത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ചേർക്കുക. തേങ്ങ നിങ്ങളുടെ അളവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫില്ലിംഗ് വെക്കാതെയും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ടേസ്റ്റ് അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ പൊടികൾ വിളയിക്കുന്നത് ശർക്കരയിലാണ്, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ശർക്കരയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഏലക്ക പൊടിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏലക്കപ്പൊടി ചേർത്തില്ലല്ലോ. ഞാനിപ്പോൾ 1 ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ സീഡ്സ് മാത്രം ചേർക്കുകയാണ്. ഏലക്കയുടെ ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി, ഏലക്കയുടെ തൊലി വേണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തോളൂ. 1/4 ടീസ്പൂണിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്തത്. ഇതൊന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസിനും നനവുണ്ടാവരുത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുന്നത്.
ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ച് ചേർക്കാം. മുഴുവൻ ശർക്കരപ്പാനിയും ചേർക്കരുത്. നമ്മൾ എടുത്തിരിക്കുന്നതിൽ നിന്ന് ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി, ഇത്രയും ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1/4 കപ്പ് മതി. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ചേർക്കാണ്. ഇനി ഇതൊന്ന് വെള്ളം വറ്റി വരണം. അതുകൊണ്ട് നമ്മൾ ശർക്കര പാനിയാക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. 1/4 കപ്പ് വെള്ളം എന്ന അളവ് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ ഒരു വഴറ്റിയെടുക്കലൊക്കെ നെയ്യിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ എണ്ണയിലൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബട്ടറിൽ ചെയ്തിട്ടുണ്ടെങ്കിലൊന്നും പെർഫെക്റ്റ് ടേസ്റ്റ് ആവില്ല. നെയ്യിലാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. അപ്പോൾ നമുക്കിനി ഇതിലുള്ള ആ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ ശർക്കരപ്പാനിയിലുള്ളത്, അതൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും ഫില്ലിങ് മതി കേട്ടോ നമുക്ക്, ഇത്രയും മിക്സിന്. പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വല്ലാതെ ഡ്രൈ ആയി പോകണ്ട. വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അവൽ കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ആ ചവയ്ക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ നനവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അതേ പാൻ തന്നെ വീണ്ടും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചെറുപയർ മിക്സ് അതിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. നമ്മളെല്ലാം വറുത്തതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചെറുപയർ വറുത്ത് ഒഴിച്ചതൊക്കെ ചേർന്ന് നല്ലൊരു മണം വരും കേട്ടോ നെയ്യുടെ കൂടെ ചേർന്ന് വരുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെറുപയറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, 1 കപ്പ് ചെറുപയർ എടുത്തിട്ട് കുറച്ച് കപ്പലണ്ടിയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കാണുമ്പോൾ കുറേ വേണമെന്ന് തോന്നും, പക്ഷെ കുറേ ഒന്നും വേണ്ട. കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്നാക്ക് റെഡിയാക്കാം. ഇത് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരാഴ്ചയിൽ കൂടുതലൊക്കെ വീട്ടിലിരിക്കും, പക്ഷെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലേ ഇരിക്കുള്ളൂ. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ തീർന്നു പോകും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നെയ്യൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കുക, അതിനുശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യം വരും കേട്ടോ. ഞാനപ്പോൾ അതനുസരിച്ചാണ് ശർക്കരപ്പാനിയുടെ അളവ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് മിക്സായി വരട്ടെ. നല്ലൊരു നനഞ്ഞിരിക്കുന്ന പാകത്തിൽ കിട്ടണം നമുക്ക്. കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എടുത്തിരുന്ന ശർക്കരപ്പാനി മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഈ പൊടികൾ അബ്സോർബ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ ഇതിൽ ആദ്യം നെയ്യ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടികൾക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനും, അതുപോലെ തന്നെ നമ്മളിനി ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു മയം കിട്ടാനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ നെയ്യ് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു സാധനം, അതിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. 2-3 രീതിയിൽ ചെയ്യാം ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട്. കണ്ടോ, ഇതിപ്പോൾ ശർക്കരപ്പാനി പാകമാണ്. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടാതെ കറക്റ്റ് അളവിലെടുക്കുക. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കയ്യിലുണ്ടാവില്ലേ, ഇതുപോലെയുള്ള കുഴിയുള്ള കയ്യിൽ. ഈ ഒരു കയ്യിൽ അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി, ഇതിലേതിലെങ്കിലും ഒന്നിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി ഫില്ലിങ് വെച്ച് ബോളാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലും കാണിച്ചു തരാം, ഉണ്ണിയപ്പച്ചട്ടിയിലും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കയ്യിലിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ഈ കയ്യിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റായിട്ടൊന്ന് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് മതി, വിട്ട് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയറും കപ്പലണ്ടിയും ചേർന്ന മിക്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക മീൻസ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് സ്റ്റീലായതുകൊണ്ട് വേഗം വിട്ട് പോരും. ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഈ എല്ലാ സൈഡും കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് കൈ ഉപയോഗിച്ചും ഇങ്ങനെ വെച്ച് കൊടുക്കാം. കൈ ഉപയോഗിച്ച് ചെയ്യായിരിക്കും ഏറ്റവും ഈസി. ചെറിയ ചൂടുണ്ട്, അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഒരു കുഴിവ് വേണം നടുക്ക് നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട്.
ഇതാ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അവിലും തേങ്ങയും ചേർന്ന ഫില്ലിംഗ്, അത് വെച്ച് കൊടുക്കുക. അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് വെക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫില്ലിംഗ് അത് വെച്ചിട്ട് അടച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. ഉരുട്ടി ബോളാക്കി എടുത്തിട്ട് ആ ഫില്ലിംഗ് വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് ബോളാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ, ആ രീതിയിലൊന്ന് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പ്രസ്സായിട്ട് വരും. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതി. ഇങ്ങനെ നമ്മൾ കയ്യിലേക്ക് കമിഴ്ത്തുമ്പോൾ റെഡിയായി വരും. എങ്കിലും ഒന്ന് സെറ്റ് ആകാനായിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലും ചെയ്യുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെയ്യുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കുക. നമുക്ക് ഏത് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. കൂടുതൽ എളുപ്പം ഈ ഒരു സ്റ്റീലിൻ്റെ ദോശക്കൈയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരുപാട് വയ്ക്കരുത്, എന്താണെന്ന് വെച്ചാൽ ഇതിന് കുഴിവ് കുറവാണ്. ചെറിയൊരളവിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാം, കൈ പൊള്ളുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇത് കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കൈ പൊള്ളും. ചെറിയ ചൂടുണ്ടല്ലോ, ചെറിയ ചൂടിൽ തന്നെ ചെയ്യാണ് നല്ലത്. നമ്മളിപ്പോൾ ബോൾ ഷേപ്പിലാക്കി എടുക്കുകയാണെങ്കിലും ചെറിയ ചൂടിൽ തന്നെ ചെയ്യാണ് നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് എല്ലാത്തിലും ആക്കി വയ്ക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാത്തിലും ബേസ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ ബേസ് ഒന്നെല്ലാം സെറ്റാക്കുക. ഓരോന്ന് ബേസ് സെറ്റ് ചെയ്ത് പിന്നെ ഫില്ലിംഗ് വെച്ചൊക്കെ വരുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കവറിങ്ങും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം കഴിയും. ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നന്നായിട്ട് പ്രസ്സായി ഇരുന്നോളും. എല്ലാത്തിലും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു 2 ബാച്ച് ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. ഒറ്റ ബാച്ചിനല്ല, 2 ബാച്ചിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇനി നമുക്കിത് വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും നമുക്ക് കാണാനായിട്ട്. ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എക്സ്ട്രാ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ളത് എടുത്ത് മാറ്റാം. ഇതൊക്കെ നമ്മളൊരു ഗസ്റ്റിന് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭംഗിയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭംഗിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുമ്പോൾ ഒരു ഭംഗിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് തമ്മിലൊന്ന് ഒട്ടിച്ച് നമുക്ക് വീണ്ടും എല്ലാം ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 2 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ബോൾസ് ആയിട്ട് ഉരുട്ടുക എന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കയ്യിൽ കുറച്ച് നെയ്യ് തടവുക. കൈയുടെ ഉൾഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് നെയ്യ് തടവുക. 2 കൈയിലും തടവുക. നമ്മുടെ ചെറുപയറും കപ്പലണ്ടിയും ചേർന്ന മിക്സ് ഇതുപോലൊരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ എടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പരത്തിയെടുക്കുക. ശ്രദ്ധിച്ച് പരത്തണം. നടുഭാഗത്ത് കുഴിവ് വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അവിലിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വയ്ക്കുക. ചെറിയ ക്വാണ്ടിറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ ആദ്യം വെച്ചപ്പോൾ കൂടിപ്പോയി, ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് കവർ ചെയ്തെടുക്കാം. 4 സൈഡിൽ നിന്നും കവർ ചെയ്ത് ഒരു ബോൾ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി. പക്ഷേ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാവുമ്പോൾ, കുട്ടികളൊക്കെ ഇപ്പോൾ ചെറുപയറൊക്കെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികളെ പറ്റിച്ച് കഴിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ,
ഇതൊരു ഒരാഴ്ചയിൽ കൂടുതൽ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മോശമായി പോവില്ല. വെള്ളം നനവ് തട്ടാത്ത പാത്രങ്ങളിൽ എടുത്തു വയ്ക്കുക. ഒട്ടും നനവില്ലാത്ത കൈ കൊണ്ട് എടുക്കുക. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ്. എല്ലാവരുടെ വീട്ടിലും ചെറുപയറുണ്ട്. അപ്പോൾ എന്തായാലും ചെറുപയർ ഉപയോഗിച്ച് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം കയ്യിൽ ഉണ്ടാക്കി വെച്ചില്ലേ, അതെങ്ങനെയായി നോക്കാം. ഇതാ നമ്മുടെ കയ്യിലുണ്ടാക്കിയത് ഞാൻ കയ്യിലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കാണാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയത് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിൽ കുറേ തിക്കായിട്ട് വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൾസും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളം ചൂടോടെ ഉരുട്ടുക, അല്ലെങ്കിൽ ഇളം ചൂടോടെ ഷേപ്പ് ആക്കി എടുക്കുക. ചൂട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് ഷേപ്പ് ആക്കുക കേട്ടോ. നമ്മൾ അവലോസുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെറിയ ചൂടിൽ വേണം ചെയ്യാനായിട്ട്. ചൂട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.